Good morning all of you. എല്ലാവർക്കും സ്റ്റാറ്റിസ്റ്റിക്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ സ്റ്റാറ്റിസ്റ്റിക്സിലെ സെക്കൻഡ് ചാപ്റ്റർ ആയിട്ടുള്ള കളക്ഷൻ ഓഫ് ഡാറ്റയാണ്. നമ്മുടെ സെക്കൻഡ് ചാപ്റ്റർ കളക്ഷൻ ഓഫ് ഡാറ്റ, ദത്തങ്ങളുടെ ശേഖരണം അഥവാ ഡാറ്റയുടെ ശേഖരണം. നമ്മുടെ സെക്കൻഡ് ചാപ്റ്റർ ആയിട്ടുള്ള കളക്ഷൻ ഓഫ് ഡാറ്റയെ കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ ചാപ്റ്റർ തുടങ്ങാം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സ് എന്താണെന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? വാട്ട് ഈസ് സ്റ്റാറ്റിസ്റ്റിക്സ്? Statistics is the science of collecting, classifying, presenting, analyzing information in numbers. Statistics is the science of collecting, classifying, presenting and analyzing information in numbers. സംഖ്യാപരമായ വിവരങ്ങളെ ശേഖരിക്കുന്നതും തരംതിരിക്കുന്നതും അവതരിപ്പിക്കുന്നതും അപഗ്രഥിക്കുന്നതുമായ ശാസ്ത്രമാണ് സ്റ്റാറ്റിസ്റ്റിക്സ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് അല്ലേ? അതായത് സ്റ്റാറ്റിസ്റ്റിക്സ് എന്തൊക്കെ ചേർന്നതാണെന്ന് പറയുന്നത് ശേഖരണവും തരംതിരിക്കലും അവതരണവും അപഗ്രഥനവും ചേർന്നതാണ് സ്റ്റാറ്റിസ്റ്റിക്സ്. ഇതിലെ കളക്ഷൻ അഥവാ ശേഖരണം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്ക് നോക്കാം. കളക്ഷൻ ഈസ് ദി ഫസ്റ്റ് സ്റ്റെപ്പ് ഇൻ എനി സ്റ്റാറ്റിസ്റ്റിക്കൽ എൻക്വയറി. സ്റ്റാറ്റിസ്റ്റിക്സുമായി ബന്ധപ്പെട്ട ഏതൊരു അന്വേഷണത്തിന്റെയും ആദ്യത്തെ സ്റ്റെപ്പാണ് കളക്ഷൻ അഥവാ ശേഖരണം. അതായത് സ്റ്റാറ്റിസ്റ്റിക്സുമായി ബന്ധപ്പെട്ട ഏതൊരു അന്വേഷണത്തിന്റെയും ആദ്യത്തെ സ്റ്റെപ്പാണ് കളക്ഷൻ എന്ന് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾക്ക് കളക്ഷൻ എന്താന്ന് മനസ്സിലായി. ഇനി നമുക്ക് ഡാറ്റയെ കുറിച്ചിട്ട് പറയാം. ഡാറ്റയെ കുറിച്ച് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു, എങ്കിലും ഒന്ന് പറയാം. വാട്ട് ഈസ് ഡാറ്റ? സ്റ്റാറ്റിസ്റ്റിക്സിൽ ഡാറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡാറ്റ മീൻസ് ന്യൂമറിക്കൽ ഫാക്ട്സ്. സംഖ്യാപരമായ വസ്തുതകളെയാണ് സ്റ്റാറ്റിസ്റ്റിക്സിൽ ഡാറ്റ എന്ന് പറയുന്നത്. ഫോർ എക്സാമ്പിൾ ഹൈറ്റ്, വെയിറ്റ്, ഇമ്പോർട്ട്, എക്സ്പോർട്ട്, ഇൻകം, ഇതൊക്കെ സംഖ്യാപരമായ വസ്തുതകളാണ്. ഈ സംഖ്യാപരമായ വസ്തുതകളെയാണ് സ്റ്റാറ്റിസ്റ്റിക്സിൽ ഡാറ്റ എന്ന് പറയുന്നത്. ഇനി അടുത്തതായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് ഡാറ്റ സോഴ്സസുകളെ കുറിച്ചാണ്, ദത്തങ്ങളുടെ സ്രോതസ്സുകളെ കുറിച്ചാണ്. ഡാറ്റയുടെ സ്രോതസ്സുകൾ അല്ലെങ്കിൽ ഉറവിടത്തെ കുറിച്ചാണ്. ഡാറ്റ സോഴ്സസ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻടു ടു. ദേ ആർ പ്രൈമറി ഡാറ്റ ആൻഡ് സെക്കൻഡറി ഡാറ്റ. ഡാറ്റ സോഴ്സസിനെ രണ്ടായിട്ട് തരംതിരിച്ചിട്ടുണ്ട്. അവയാണ് പ്രൈമറി ഡാറ്റ, പ്രാഥമിക ദത്തം, സെക്കൻഡറി ഡാറ്റ, ദ്വിതീയ ദത്തം. അപ്പോൾ ഡാറ്റ സോഴ്സസ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻടു ടു. ദേ ആർ പ്രൈമറി ഡാറ്റ ആൻഡ് സെക്കൻഡറി ഡാറ്റ. ഇനി പ്രൈമറി ഡാറ്റ അഥവാ പ്രാഥമിക ദത്തം എന്താണെന്ന് നമുക്ക് നോക്കാം. ഡാറ്റ കളക്റ്റഡ് ഡയറക്ട്ലി ബൈ ദി ഇൻവെസ്റ്റിഗേറ്റർ ഫ്രം ഇൻഫർമൻസ് ആർ കാൾഡ് പ്രൈമറി ഡാറ്റ. ഡാറ്റ കളക്റ്റഡ് ഡയറക്ട്ലി ബൈ ദി ഇൻവെസ്റ്റിഗേറ്റർ ഫ്രം ഇൻഫർമൻസ് ആർ കാൾഡ് പ്രൈമറി ഡാറ്റ. ഇവിടെ ഇൻവെസ്റ്റിഗേറ്റർ എന്ന് പറഞ്ഞാൽ വിവരാന്വേഷകൻ. ആരാണ് ഡാറ്റ കളക്ട് ചെയ്യുന്നത്? അവരെയാണ് ഇൻവെസ്റ്റിഗേറ്റർ എന്ന് പറയുന്നത്. ഇൻഫർമൻസ് എന്ന് പറഞ്ഞാൽ വിവരദാതാവ്, വിവരങ്ങൾ നൽകുന്നയാളെയാണ് ഇൻഫർമൻസ് എന്ന് പറയുന്നത്. അപ്പോൾ പ്രൈമറി ഡാറ്റ അഥവാ പ്രാഥമിക ദത്തം എന്ന് പറഞ്ഞാൽ വിവരാന്വേഷകൻ വിവരദാതാവിൽ നിന്നും നേരിട്ട് ശേഖരിക്കുന്ന ഡാറ്റയെയാണ് പ്രാഥമിക ദത്തം അഥവാ പ്രൈമറി ഡാറ്റ എന്ന് പറയുന്നത്. വിവരാന്വേഷകൻ വിവരദാതാവിൽ നിന്നും നേരിട്ട് ശേഖരിക്കുന്ന വിവരങ്ങളെയാണ് പ്രാഥമിക ദത്തം എന്ന് പറയുന്നത്. വിവരാന്വേഷകൻ വിവരദാതാവിൽ നിന്നും നേരിട്ട് ശേഖരിക്കുന്ന ദത്തങ്ങളെയാണ് പ്രാഥമിക ദത്തം അഥവാ പ്രൈമറി ഡാറ്റ എന്ന് പറയുന്നത്. ഉദാഹരണമായി ഒരു സിനിമാ താരത്തിന്റെ ജനപ്രീതിയെ കുറിച്ച് കോളേജ് വിദ്യാർത്ഥികൾക്കിടയിൽ നടത്തിയ സർവേയിൽ ചോദിച്ച ചോദ്യങ്ങൾ. അതായത് ഇവിടെ വിദ്യാർത്ഥികളിൽ നിന്നും വിവരാന്വേഷകൻ നേരിട്ടിട്ടാണ് ഡാറ്റ കളക്ട് ചെയ്യുന്നത്. അത്തരം ഡാറ്റയെയാണ് ഇത് പറയുന്നത് പ്രൈമറി ഡാറ്റ അഥവാ പ്രാഥമിക ദത്തം. വിവരാന്വേഷകൻ വിവരദാതാവിൽ നിന്നും നേരിട്ട് കളക്ട് ചെയ്യുന്ന ശേഖരിക്കുന്ന ഡാറ്റയെയാണ് പ്രാഥമിക ദത്തം അഥവാ പ്രൈമറി ഡാറ്റ എന്ന് പറയുന്നത്. ഇനി നമുക്ക് സെക്കൻഡറി ഡാറ്റ അല്ലെങ്കിൽ ദ്വിതീയ ദത്തം എന്താണെന്ന് നോക്കാം. Data obtained from published or unpublished sources are known as secondary data. Data obtained from
published or unpublished sources are known as secondary data. പ്രസിദ്ധീകരിച്ചതോ പ്രസിദ്ധീകരിച്ചിട്ടില്ലാത്തതോ ആയ സ്രോതസ്സുകളിൽ നിന്നും ലഭിക്കുന്ന ഡാറ്റയെയാണ് ദ്വിതീയ ഡാറ്റ എന്ന് പറയുന്നത്. പ്രസിദ്ധീകരിച്ചതോ പ്രസിദ്ധീകരിച്ചിട്ടില്ലാത്തതോ ആയ സ്രോതസ്സുകളിൽ നിന്നും ലഭിക്കുന്ന ദത്തങ്ങളെ ദ്വിതീയ ദത്തങ്ങൾ എന്ന് പറയുന്നു. പ്രസിദ്ധീകരിച്ചതോ പ്രസിദ്ധീകരിച്ചിട്ടില്ലാത്തതോ ആയ സ്രോതസ്സുകളിൽ നിന്നും ലഭിക്കുന്ന ദത്തങ്ങളെയാണ് ദ്വിതീയ ദത്തങ്ങൾ എന്ന് പറയുന്നത്. ഉദാഹരണമായി, ഒരു സിനിമാ താരത്തിന്റെ ജനപ്രീതിയെ കുറിച്ച് നടത്തിയ പഠന റിപ്പോർട്ട് വേറൊരാള് ഉപയോഗിക്കുമ്പോൾ അത് സെക്കൻഡറി ഡാറ്റയാകുന്നു. അതായത് ഒരാൾ ശേഖരിച്ച ഡാറ്റ മറ്റൊരു വ്യക്തി ഉപയോഗിക്കുമ്പോൾ അത് സെക്കൻഡറി ഡാറ്റയാണ്. അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഡിഫറൻസസ് ബിറ്റ്വീൻ പ്രൈമറി ഡാറ്റ ആൻഡ് സെക്കൻഡറി ഡാറ്റ. പ്രാഥമിക തത്വങ്ങളും ദ്വിതീയ തത്വങ്ങളും തമ്മിലുള്ള വ്യത്യാസത്തെ കുറിച്ചാണ് ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അല്ലെ ഫസ്റ്റ് വൺ, പ്രൈമറി ഡാറ്റ. ഒറിജിനൽ ഡാറ്റ, പ്രൈമറി ഡാറ്റ എന്തായിരിക്കും? ഒറിജിനൽ ഡാറ്റ ആയിരിക്കും. അതായത് ഇൻവെസ്റ്റിഗേറ്റർ ഇൻഫർമേഷനിൽ നിന്നും നേരിട്ട് കളക്ട് ചെയ്യുന്ന ഡാറ്റയാണ്. അതുകൊണ്ട് അത് ഒറിജിനൽ ഡാറ്റയായിരിക്കും. വിവരാന്വേഷകൻ വിവരദാതാവിൽ നിന്നും നേരിട്ട് ശേഖരിക്കുന്ന ഡാറ്റയാണ് പ്രൈമറി ഡാറ്റ. അതുകൊണ്ട് അത് ഒറിജിനൽ ഡാറ്റയായിരിക്കും. ഇനി സെക്കൻഡറി ഡാറ്റ എന്താന്ന് നോക്കാം. സെക്കൻഡറി ഡാറ്റ ഈ സെക്കൻഡ് ഹാൻഡ് ഡാറ്റ. സെക്കൻഡറി ഡാറ്റ എന്ന് പറഞ്ഞാൽ എന്താ? സെക്കൻഡ് ഹാൻഡ് ഡാറ്റയാണ്. ഒരാൾ ഓൾറെഡി ഉപയോഗിച്ച് വെച്ച ഡാറ്റയാണ് സെക്കൻഡറി ഡാറ്റ. ഇനി പ്രൈമറി ഡാറ്റ. മോർ എക്സ്പെൻസീവ്. പ്രൈമറി ഡാറ്റ വളരെ ചെലവേറിയതാണ്. അതായത് പ്രൈമറി ഡാറ്റ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇൻഫർമേഷനിൽ നിന്നും ഇൻവെസ്റ്റിഗേറ്റർ നേരിട്ട് കളക്ട് ചെയ്യുന്നതാണ്. അപ്പോൾ അതിന് കൂടുതൽ ചെലവുണ്ടായിരിക്കും. ഇനി സെക്കൻഡറി ഡാറ്റ നോക്കാം. ലെസ് എക്സ്പെൻസീവ്, കുറഞ്ഞ ചെലവാണ്. ഒരാൾ ഓൾറെഡി കളക്ട് ചെയ്ത് ശേഖരിച്ച് വെച്ച ഡാറ്റ മറ്റൊരാളെടുത്ത് ഉപയോഗിക്കുകയാണ്. അപ്പോൾ അതിനധികം ചെലവൊന്നും തന്നെ ഉണ്ടായിരിക്കില്ല. ഇനി തേർഡ് വൺ, പ്രൈമറി ഡാറ്റയിൽ നോക്കാം. മോർ ടൈം കൺസ്യൂമിങ്. പ്രൈമറി ഡാറ്റയ്ക്ക് കൂടുതൽ സമയം ആവശ്യമാണ്. അതായത് ഡാറ്റ കളക്ട് ചെയ്യുക, പ്രൈമറി ഡാറ്റ നേരിട്ട് കളക്ട് ചെയ്യുന്ന ഡാറ്റയാണ്. അതായത് ഇൻഫോർമേഷനിൽ നിന്നും ഇൻവെസ്റ്റിഗേറ്റർ നേരിട്ട് കളക്ട് ചെയ്യുന്ന ഡാറ്റയാണ്. അതുകൊണ്ട് തന്നെ അതിന് കൂടുതൽ സമയം ആവശ്യമായിരിക്കും. സെക്കൻഡറി ഡാറ്റ ലെസ് ടൈം കൺസ്യൂമിങ്, കുറഞ്ഞ സമയം മാത്രമാണ് ആവശ്യമുള്ളത്. സെക്കൻഡറി ഡാറ്റ എന്ന് പറഞ്ഞാൽ ഓൾറെഡി ശേഖരിച്ചു വെച്ച ഡാറ്റയാണ്, ഉപയോഗിച്ച ഡാറ്റയാണ്. അത് മറ്റൊരാൾ പകർത്തുമ്പോൾ അതിന് കുറച്ച് സമയം മാത്രം മതിയാകും. ഇനി ഫോർത്ത് വൺ, മോർ കെയർ ഈസ് നീഡഡ് അറ്റ് ദി ടൈം ഓഫ് ഡാറ്റ കളക്ഷൻ. പ്രൈമറി ഡാറ്റ ശേഖരിക്കുന്ന സമയത്ത് വളരെ അധികം ശ്രദ്ധ വേണം. തെറ്റുകളൊക്കെ വരാൻ സാധ്യത ഉണ്ടായിരിക്കും. അതുകൊണ്ട് ശേഖരിക്കുന്ന സമയത്ത് കൂടുതൽ ശ്രദ്ധ വേണം. പ്രൈമറി ഡാറ്റ ശേഖരിക്കുന്ന സമയത്ത് കൂടുതൽ ശ്രദ്ധ വേണം. ഇനി സെക്കൻഡറി ഡാറ്റയിൽ നോക്കാം. മോർ കെയർ ഈസ് നീഡഡ് അറ്റ് ദി ടൈം ഓഫ് ഇറ്റ്സ് യൂസ്. സെക്കൻഡറി ഡാറ്റ ഉപയോഗിക്കുന്ന സമയത്ത് കൂടുതൽ ശ്രദ്ധിക്കണം എന്നാണ് പറയുന്നത്. ഒരാൾ ഓൾറെഡി കളക്ട് ചെയ്ത ഡാറ്റയാണ്, അത് മറ്റൊരാൾ എടുത്ത് ഉപയോഗിക്കുമ്പോൾ അത് കൂടുതൽ ശ്രദ്ധിച്ച് ഉപയോഗിക്കണം. അടുത്തതായിട്ട് പ്രൈമറി ഡാറ്റയിൽ നോക്കാം. ഇറ്റ് ഈസ് റോ ഐറ്റം. പ്രൈമറി ഡാറ്റ ഈസ് റോ ഐറ്റം. പ്രൈമറി ഡാറ്റ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അസംസ്കൃത ഇനമാണ്, പുതുതായിട്ട് ശേഖരിച്ച ഡാറ്റയാണ്. അതുകൊണ്ട് അത് റോ ഐറ്റം ആയിരിക്കും. ഇനി സെക്കൻഡറി ഡാറ്റ എന്താ നോക്കാം. സെക്കൻഡറി ഡാറ്റ ഈസ് ഫിനിഷ്ഡ് മെറ്റീരിയൽ. സെക്കൻഡറി ഡാറ്റ എന്ന് പറഞ്ഞാൽ ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് ആണ്. അതായത് പൂർണ്ണമായ ഡാറ്റയാണ് സെക്കൻഡറി ഡാറ്റ. വേറൊരു ജോലിയും തന്നെ വേറൊരു പണിയും തന്നെ ആ ഡാറ്റയുടെ മുകളിൽ ഇല്ല. പൂർണ്ണമായ ഒരു ഇനമാണ്. അപ്പോൾ നമ്മൾ പ്രൈമറി ഡാറ്റയും സെക്കൻഡറി ഡാറ്റയും തമ്മിലുള്ള ഡിഫറൻസസ് പഠിച്ചു കഴിഞ്ഞു. ഇനി ഒന്നുകൂടി നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. പ്രൈമറി ഡാറ്റ ഈസ് ഒറിജിനൽ ഡാറ്റ. ഒറിജിനൽ ഡാറ്റയാണ് പ്രൈമറി ഡാറ്റ. സെക്കൻഡറി ഡാറ്റ ഈസ് സെക്കൻഡ് ഹാൻഡ് ഡാറ്റ. മോർ എക്സ്പെൻസീവ്. പ്രൈമറി ഡാറ്റ എന്ന് പറഞ്ഞാൽ ചിലവേറിയതാണ്. സെക്കൻഡറി ഡാറ്റ കുറഞ്ഞ ചെലവ് മാത്രമാണ് ആവശ്യമുള്ളത്. ഇനി പ്രൈമറി ഡാറ്റ നോക്കാം. മോർ ടൈം കൺസ്യൂമിങ്. പ്രൈമറി ഡാറ്റയ്ക്ക് കൂടുതൽ സമയം ആവശ്യമാണ്. സെക്കൻഡറി ഡാറ്റ ലെസ് ടൈം കൺസ്യൂമിങ്, കുറഞ്ഞ സമയം മാത്രമാണ് ആവശ്യമുള്ളത്. മോർ കെയർ ഈസ് നീഡഡ് അറ്റ് ദി ടൈം ഓഫ് ഡാറ്റ കളക്ഷൻ. പ്രൈമറി ഡാറ്റ കളക്ട് ചെയ്യുന്ന സമയത്ത് കൂടുതൽ ശ്രദ്ധ ആവശ്യമാണ്. മോർ കെയർ ഈസ് നീഡഡ് അറ്റ് ദി ടൈം ഓഫ് ഇറ്റ്സ് യൂസ്. സെക്കൻഡറി ഡാറ്റ ഉപയോഗിക്കുന്ന സമയത്ത് കൂടുതൽ ശ്രദ്ധിക്കണം. ഇനി ഫിഫ്ത്ത് വൺ,
ഇറ്റ് ഈസ് റോ ഐറ്റം. പ്രൈമറി ഡാറ്റ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ റോ ഐറ്റം ആണ്, അസംസ്കൃത ഇനമാണ്, അപൂർണമാണ്. സെക്കൻഡറി ഡാറ്റ ഈസ് ഫിനിഷ്ഡ് മെറ്റീരിയൽ. സെക്കൻഡറി ഡാറ്റ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് ആണ്, പൂർണ്ണമായ ഒരു ഇനമാണ്. അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മെത്തേഡ്സ് ഓഫ് പ്രൈമറി ഡാറ്റ കളക്ഷൻ. പ്രാഥമിക ദത്തങ്ങൾ ശേഖരിക്കുന്ന രീതികളെ കുറിച്ചാണ്. ദി മെയിൻ മെത്തേഡ്സ് ഓഫ് പ്രൈമറി ഡാറ്റ കളക്ഷൻസ് ആർ: ഫസ്റ്റ് വൺ, പേഴ്സണൽ ഇന്റർവ്യൂ, വ്യക്തിപരമായ അഭിമുഖം. സെക്കൻഡ് വൺ, മെയിൽഡ് ക്വസ്റ്റ്നെയർ, തപാൽ മുഖേനയുള്ള ചോദ്യാവലി. തേർഡ് വൺ, ടെലിഫോണിക് ഇന്റർവ്യൂ, ടെലിഫോൺ ഉപയോഗിച്ചുള്ള അഭിമുഖം. ഫസ്റ്റ് വൺ പേഴ്സണൽ ഇന്റർവ്യൂ, വ്യക്തിപരമായ അഭിമുഖം. സെക്കൻഡ് വൺ മെയിൽഡ് ക്വസ്റ്റ്നെയർ, തപാൽ മുഖേനയുള്ള ചോദ്യാവലി. തേർഡ് വൺ ടെലിഫോണിക് ഇന്റർവ്യൂ, ടെലിഫോൺ ഉപയോഗിച്ചുള്ള അഭിമുഖം. ഇതിലെ പേഴ്സണൽ ഇന്റർവ്യൂവിനെ കുറിച്ച് നമുക്ക് ആദ്യമായിട്ട് ഡിസ്കസ് ചെയ്യാം. ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പേഴ്സണൽ ഇന്റർവ്യൂ അഥവാ വ്യക്തിപരമായ അഭിമുഖത്തെ കുറിച്ചാണ്. അണ്ടർ ദിസ് മെത്തേഡ് ദി ഡാറ്റ ആർ കളക്ടഡ് ബൈ ദി investigator personally by asking questions pertaining to the inquiry from informants. Under this method, the data are collected by the investigator personally by asking questions pertaining to the inquiry from informants. ഈ രീതിയിൽ വിവരാന്വേഷകൻ വിവരദാതാവിൽ നിന്നും വ്യക്തിപരമായ രീതിയിൽ അന്വേഷണവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ചോദിച്ച് വിവരങ്ങൾ ശേഖരിക്കുന്നു. അതായത് വ്യക്തിപരമായ അഭിമുഖം എന്ന രീതിയിൽ വിവരാന്വേഷകൻ വിവരദാതാവിൽ നിന്നും വ്യക്തിപരമായ രീതിയിൽ അന്വേഷണവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ട് വിവരങ്ങൾ ശേഖരിക്കുന്നു. അതായത് വ്യക്തിപരമായ അഭിമുഖ രീതിയിൽ വിവരാന്വേഷകൻ വിവരദാതാവിൽ നിന്നും വ്യക്തിപരമായ രീതിയിൽ അന്വേഷണവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ചോദിച്ച് വിവരങ്ങൾ ശേഖരിക്കുന്നു. അതായത് വിവരാന്വേഷകൻ വിവരദാതാവിൽ നിന്നും നേരിട്ട് ഡാറ്റ കളക്ട് ചെയ്യുന്ന ഒരു രീതിയാണ് വ്യക്തിപരമായ അഭിമുഖം എന്ന് പറയുന്നത്. ഇനി വ്യക്തിപരമായ അഭിമുഖത്തിന്റെ മെറിറ്റ്സും ഡിമെറിറ്റ്സും എന്താണെന്ന് നമുക്ക് നോക്കാം. ഗുണങ്ങളും ദോഷങ്ങളും എന്താണെന്ന് നമുക്ക് നോക്കാം. Now we are going to discuss about merits and demerits of personal interview. ഇനി നമ്മൾ പേഴ്സണൽ ഇന്റർവ്യൂവിന്റെ വ്യക്തിപരമായ അഭിമുഖത്തിന്റെ മെറിറ്റ്സും ഡിമെറിറ്റ്സും ചർച്ച ചെയ്യാൻ പോവുകയാണ്. ആദ്യമായിട്ട് നമുക്ക് മെറിറ്റ്സ് എന്താ നോക്കാം. ഫസ്റ്റ് വൺ, റെസ്പോൺസ് വിൽ ബി മോർ, പ്രതികരണ ശേഷി കൂടുതലായിരിക്കും. അതായത് നേരിട്ടുള്ള അഭിമുഖമാണ്, അതായത് ഒരു വ്യക്തിയിൽ നിന്ന് നേരിട്ടാണ് ഡാറ്റ ശേഖരിക്കുന്നത്, അതിനാൽ പ്രതികരണ ശേഷി കൂടുതലായിരിക്കും. സെക്കൻഡ് വൺ, ഒറിജിനൽ ഡാറ്റ ആർ കളക്റ്റഡ്, അതായത് ഇൻഫർമെന്റിൽ നിന്നും നേരിട്ട് ശേഖരിക്കുന്ന ഡാറ്റയായതിനാൽ ഒറിജിനൽ ഡാറ്റയായിരിക്കും കളക്ട് ചെയ്യുന്നത്. അതായത് വിവരദാതാവിൽ നിന്നും നേരിട്ടാണ് ഡാറ്റ ശേഖരിക്കുന്നത്, അതുകൊണ്ട് എന്തായിരിക്കും പറയുന്നത്, ഡാറ്റ ഒറിജിനൽ ഡാറ്റയായിരിക്കും. തേർഡ് വൺ, ഇൻഫർമേഷൻ ഒബ്റ്റൈൻഡ് ഈസ് ലൈക്ലി ടു ബി മോർ റിലയബിൾ ആൻഡ് അക്യുറേറ്റ്. ഇൻഫർമേഷൻ ഒബ്റ്റൈൻഡ് ഈസ് ലൈക്ലി ടു ബി മോർ റിലയബിൾ ആൻഡ് അക്യുറേറ്റ്. ലഭിച്ചിട്ടുള്ള വിവരം കൂടുതൽ വിശ്വസനീയവും കൃത്യതയും ഉള്ളതാകാനിടയുണ്ട് എന്നാണ് പറയുന്നത്. ഇൻഫർമേഷൻ ഒബ്റ്റൈൻഡ് ഈസ് ലൈക്ലി ടു ബി മോർ റിലയബിൾ ആൻഡ് അക്യുറേറ്റ്. ലഭിച്ചിട്ടുള്ള വിവരം കൂടുതൽ വിശ്വസനീയമായിരിക്കും, അതുപോലെ തന്നെ കൃത്യതയുള്ളതുമായിരിക്കും. അതായത് ഇൻവെസ്റ്റിഗേറ്റർ ഡാറ്റ നേരിട്ടിട്ടാണ് കളക്ട് ചെയ്യുന്നത്, അതുകൊണ്ട് കൂടുതൽ വിശ്വസനീയവുമായിരിക്കും കൃത്യതയുള്ളതുമായിരിക്കും എന്നാണ് പറയുന്നത്. ഇനി നമുക്ക് ഡിമെറിറ്റ്സ് നോക്കാം. അടുത്തതായിട്ട് നമ്മൾ ഡിമെറിറ്റ്സ് ഓഫ് പേഴ്സണൽ ഇന്റർവ്യൂവിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അതിലെ ഫസ്റ്റ് വൺ ആണ് ചാൻസസ് ഓഫ് ബയാസ് ആർ മോർ, പക്ഷപാതത്തിനുള്ള സാഹചര്യം കൂടുതലാണ് എന്നാണ് പറയുന്നത്. നേരിട്ടിട്ടാണ് ഡാറ്റ ശേഖരിക്കുന്നത്, അതുകൊണ്ട് പക്ഷപാതങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്, പക്ഷപാതത്തിനുള്ള ചാൻസ് കൂടുതലാണ്. സെക്കൻഡ് വൺ, ഇറ്റ് ഈസ് എക്സ്പെൻസീവ്, കൂടുതൽ ചെലവേറിയതാണ്. ഡാറ്റ നേരിട്ട് കളക്ട് ചെയ്യുന്നതിന് കാരണം കൂടുതൽ ചെലവ് ആവശ്യമായിരിക്കും. തേർഡ് വൺ, ഇറ്റ് ഈസ് ടൈം കൺസ്യൂമിങ്, കൂടുതൽ സമയം ആവശ്യമുണ്ട്. ഇൻഫർമേഷനിൽ നിന്നും ഇൻവെസ്റ്റിഗേറ്റർ നേരിട്ടിട്ടാണ് ഡാറ്റ കളക്ട് ചെയ്യുന്നത്, അപ്പോൾ കൂടുതൽ സമയം ആവശ്യമായിരിക്കും. അപ്പോൾ ഇത്രയുമാണ് മെറിറ്റ്സും ഡിമെറിറ്റ്സും ഉള്ളത്. അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മെയിൽഡ് ക്വസ്റ്റ്നെയറിനെ കുറിച്ചാണ്. തപാൽ മുഖേനയുള്ള ചോദ്യാവലിയാണ്. ഈ രീതിയിൽ അന്വേഷണവുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യാവലി തയ്യാറാക്കുകയും
വിവിധ വിവരദാതാക്കൾക്ക് തപാൽ മുഖേന അയച്ചു കൊടുക്കുകയും ചെയ്യുന്നു. ചോദ്യാവലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അന്വേഷണവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളടങ്ങിയ ഒരു ലിസ്റ്റിനെയാണ് ചോദ്യാവലി എന്ന് ലിസ്റ്റ് ഓഫ് ക്വസ്റ്റ്യൻ പെർട്ടൈനിങ് ടു ദി എൻക്വയറി. അതായത് അന്വേഷണവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളടങ്ങിയ ലിസ്റ്റിനെയാണ് ചോദ്യാവലി എന്ന് പറയുന്നത്. അതായത് മെയിൽഡ് ക്വസ്റ്റ്യനെയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അന്വേഷണവുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യാവലി തയ്യാറാക്കുകയും വിവിധ വിവരദാതാക്കൾക്ക് തപാൽ മുഖേന അയച്ചു കൊടുക്കുകയും ചെയ്യണം. അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടെലിഫോണിക് ഇന്റർവ്യൂവിനെ കുറിച്ചാണ്. ടെലിഫോൺ അഭിമുഖം, അതായത് പ്രൈമറി ഡാറ്റ കളക്ട് ചെയ്യുന്ന അടുത്ത രീതിയാണ് ടെലിഫോണിക് ഇന്റർവ്യൂ അഥവാ ടെലിഫോൺ അഭിമുഖം. Under this method, the investigator uses telephone to contact informants for data collection. Under this method, the investigator uses telephone to contact informants for data collection. ഈ രീതിയിൽ വിവരാന്വേഷകൻ വിവരശേഖരണത്തിനായി വിവരദാതാവിനെ ബന്ധപ്പെടാൻ ടെലിഫോൺ ഉപയോഗിക്കുന്നു. അതായത് ടെലിഫോൺ ഉപയോഗിച്ചുകൊണ്ടാണ് വിവരദാതാവിൽ നിന്നും വിവരാന്വേഷകൻ ഡാറ്റ കളക്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മുടെ സെക്കൻഡ് ചാപ്റ്റർ ആയിട്ടുള്ള കളക്ഷൻ ഓഫ് ഡാറ്റ ആരംഭിച്ചു. നമ്മൾ ആദ്യമായിട്ട് ഡിസ്കസ് ചെയ്തത് ഡാറ്റ സോഴ്സസിനെ കുറിച്ചാണ്. പ്രൈമറി ഡാറ്റ, സെക്കൻഡറി ഡാറ്റ എന്തൊക്കെയാണെന്ന് നമ്മൾ പഠിച്ചു. അതിനുശേഷം ഡിഫറൻസസ് ബിറ്റ്വീൻ പ്രൈമറി ഡാറ്റ ആൻഡ് സെക്കൻഡറി ഡാറ്റ പഠിച്ചു കഴിഞ്ഞു. പിന്നീട് നമ്മൾ പഠിച്ചത് മെത്തേഡ്സ് ഓഫ് പ്രൈമറി ഡാറ്റ കളക്ഷനെ കുറിച്ചാണ്. അതായത് പ്രൈമറി ഡാറ്റ ശേഖരിക്കുന്ന രീതികളെ കുറിച്ചാണ്. 3 രീതികളെ കുറിച്ച് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. നിങ്ങൾക്ക് ഇന്നത്തെ ക്ലാസ് മനസ്സിലായി എന്ന് കരുതുന്നു. താങ്ക് യു.